ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ 46 എക്സസൈസ് പ്രോബ്ലംസ് നോക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു റെക്ടാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റേഴ്സ് ആൻഡ് സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പെരിമീറ്റർ വന്നിട്ടുണ്ട്. എത്രയാണ്? പെരിമീറ്റർ ആണ് വന്നേക്കുന്നത്, മൊത്തം അളവാണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തം അളവാണ്. എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ് വന്നേക്കുന്നത്. റേഷ്യോ എത്രയാണ്? 3:4 ആണ് വന്നേക്കുന്നത്. രണ്ട് സൈഡ്സിന്റെ റേഷ്യോ, ഒരു സൈഡ് 3 മറ്റേ സൈഡ് 4 എന്ന റേഷ്യോയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പൊ പെരിമീറ്റർ 15 ആണെങ്കിൽ L+B എന്നുള്ളത് എന്താ? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 15/2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.5, 7.5 സെന്റിമീറ്റർ കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന L+B എന്നുള്ള ലെങ്തിലാണ് നമ്മൾ വരക്കുന്നത്. അപ്പൊ രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ മൊത്തം 15 എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 7.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ആദ്യം വരക്കുക. അതിനുശേഷം ഇതിന്റെ റേഷ്യോ എത്രയാണ്? 3:4 ആണ്. അതായത് 3 + 4 = 7 സെന്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വരക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? ഒരു പാർട്ട് 3 ആക്കുക, മറ്റേ പാർട്ട് 4 ആക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈൻ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഈ പോയിന്റ് ചെയ്യുന്ന പാരലൽ ലൈൻ വരക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇത് വലിയ സൈഡാണ് ലെങ്ത്. ഓക്കെ, ആ വലിയ സൈഡിൽ നിന്ന് അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു പീസ് 3:4ന്റെ 4 എന്ന് പറഞ്ഞ അംശബന്ധത്തിലുള്ള പീസാണിത്, റേഷ്യോയിലുള്ള പീസാണ്. ഇനി അടുത്തത് നമുക്ക് ഈ സൈഡാണ് വരക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ സൈഡാണ് ഇത്. ഇനി നമുക്ക് ഈ സൈഡ് കൺസ്ട്രക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്രാക്ടർ വെക്കണം. റെക്ടാംഗിൾ ആകുമ്പോൾ ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് ഈ ലൈൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇവിടെയാണ് നെക്സ്റ്റ് പോയിന്റ്. ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക. ഇതിന് നേരെ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് അതും വരക്കുക. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ കിട്ടേണ്ട ലെങ്ത് ഏതാണ്? അത് ഇവിടെയാണുള്ളത്, ചെറിയ ലെങ്ത് ആണ്. അപ്പൊ നമ്മൾ കോമ്പസിൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതിനുശേഷം ആ സെയിം റേഡിയസ് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും ആർക്ക് വരക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് 15 സെന്റിമീറ്റർ പെരിമീറ്റർ ഉള്ള ഒരു റെക്ടാംഗിൾ കിട്ടും അല്ലെ? 15 സെന്റിമീറ്റർ ആണ്, കാരണം ഇതിന്റെ ഒരു സൈഡ് ഇതും കൂടി 7.5 ആണ് അല്ലെ? അതുപോലെ തന്നെ ഇതും കൂടി 7.5 ആണ്. മൊത്തം എത്രയാണ്? 15 സെന്റിമീറ്റർ ആണ്. അത് ഏത് റേഷ്യോയിലാണ് ഭാഗിച്ചേക്കുന്നത്? 3:4 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഭാഗിച്ചേക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ വരക്കാനാണ്. ഓഫ് ഈച്ച് ഓഫ് ദ ടൈപ്സ് ബിലോ. പെരിമീറ്റർ 13 സെന്റിമീറ്റർ. പെരിമീറ്റർ തന്നിട്ടുണ്ട് ട്രയാങ്കിളിന്റെ 13 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ വരക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം 13 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലൈൻ വരക്കാം. അതിനുശേഷം നമുക്ക് അടുത്തത് സ്ലാൻഡിങ് ലൈൻ വരക്കണം. ആ സ്ലാൻഡിങ് ലൈൻ വരക്കുമ്പോൾ അതെന്തായിരിക്കണം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതുപോലെ 3 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 6 എടുക്കാം, 2, 2, 2 വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ 9 എടുക്കാം, 3, 3, 3, 3 വെച്ചിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ലൈനില് അളവിൽ ഒരു സ്ലാൻഡിങ് ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? 3 ഈക്വൽ പാർട്സ് ആയാൽ മതി. 3 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? ഇത് ലൈന് ജോയിൻ ചെയ്യാം, പാരലൽ ലൈൻസ് വരക്കാം.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഈ 3 ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. 3 ഈക്വൽ പാർട്സ് അല്ലേ, 2-3 എന്താണ് ഈക്വൽ ആയിട്ടാണ് വരച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 13 സെന്റിമീറ്ററിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ടായിരിക്കും നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റർ പാർട്ടാക്കി യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ലെങ്ത് ഏതെങ്കിലും ഈക്വൽ പാർട്സ് ആയിരുന്നാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലെങ്ത് മാത്രം എടുത്താൽ മതി. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ആർക്ക് വരക്കുക. അതിനുശേഷം ആ സെയിം റേഡിയസില് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, വേറൊരു ആർക്ക് വരക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ ലൈൻസ് അങ്ങോട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. മുകളിലാണെങ്കിലും നമുക്ക് വരക്കാം കേട്ടോ. മുകളിലാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ മുകളിലും വരക്കാം. ഇവിടെ വെച്ചിട്ട് മുകളിൽ ഒരു ആർക്ക് വരക്കാം, ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കാം. ഇത് അങ്ങോട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ എന്ത് കിട്ടും, ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. എങ്ങനെ വേണമെങ്കിലും വരക്കാം. അപ്പൊ മുകളിൽ വരക്കുമ്പോൾ നമ്മൾ ഈ പാർട്സ് അങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സൈഡ്സ് ഇൻ ദ റേഷ്യോ 3:4:5. സൈഡ്സ് ഏത് റേഷ്യോയിലാണ്, 3:4:5 എന്ന് പറഞ്ഞ റേഷ്യോയിൽ തന്നേക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ സെയിം നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, 13 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരക്കുക. അതിനുശേഷം ഇത് എത്രയാണെന്ന് നോക്കുക, 3 + 4 + 5. എത്ര കിട്ടും, 7 + 5 12 കിട്ടും. അപ്പൊ 12 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ ഇവിടെ വരക്കുക. ഓക്കെ, അതിനുശേഷം അതിന് 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഈ ലൈൻ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇത് പാരലൽ ലൈൻസ് വരക്കുക. അപ്പൊ ഇത് 3:4:5 എന്ന റേഷ്യോ ആണ്. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്, സെന്റർ പാർട്ട് എന്താക്കുക, ബേസ് ആക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എടുക്കുക, ഇവിടെ വെച്ചിട്ട് ആർക്ക് വരക്കുക. അതിനുശേഷം ഈ ലെങ്ത്തും ഡിഫറെന്റ് ആണ്. അതുകൊണ്ടിട്ട് ഈ ഒരു റേഡിയസിൽ ഒരു ആർക്ക് മാത്രമേ, നമ്മൾ കഴിഞ്ഞ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ചെയ്തതുപോലെ ചെയ്യരുത്. കഴിഞ്ഞ ഈക്വലാറ്ററൽ ചെയ്തപ്പോഴും നമ്മൾ എല്ലാം സെയിം ലെങ്ത്, ഈ സെയിം ലെങ്ത് എടുത്തിട്ട് ഇവിടെയും വരച്ചു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഈ സൈഡ് വേറെ, ഈ സൈഡ് വേറെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ നമ്മൾ ഇവിടത്തെ ലെങ്ത് എടുക്കുക, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ വരക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സമപാർശ്വ ത്രികോണങ്ങൾ. ഇതിന്റെ ലാറ്ററൽ സൈഡ്സ്, പാർശ്വഭുജങ്ങൾ എന്തുണ്ട്, എത്രയാണ്, 1.5 ടൈംസ് ദ ബേസ്. ബേസിന്റെ 1.5 ടൈംസ് ആയിരിക്കണം എന്ത്, അതായത് ഒരു ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് അറിയാലോ. അപ്പൊ ഇതില് ബേസ് 1 ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം, 1.5 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ നമുക്ക് പറയാം ഇതിന്റെ റേഷ്യോ എത്രയാണ്, 1.5:1:1.5. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇത് മിക്സഡ് ആണ്, ഇതിനെ ഇംപ്രോപ്പർ ആക്കാം. അപ്പൊ ഇത് ഇംപ്രോപ്പർ ആക്കുമ്പോൾ എത്ര വരും, 1 2s are 2, 2 + 1 3, 3/2 വരും. 1:1 ഇതും 3/2 വരും. ഇങ്ങനെ 3/2 വെച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ സാധാരണ ഒരു നമ്പർ ആക്കി മാറ്റാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, LCM കാണാം അല്ലെ. ഇതിന്റെ 3ന്റെ LCM 2 ആണ്. ഇതിന് രണ്ടിലും 2 ഉണ്ട് അല്ലെ, ഇതിന് മാത്രം 2 കൊടുത്താൽ മതി. അപ്പൊ LCM 2 ആണ്. അപ്പൊ 3/2 is 2. ഇതെന്ത് വരും, 2 ആക്കാനായിട്ട് /2 ആണ് വരേണ്ടത്. അപ്പൊ അടിയിൽ 2 കൊടുക്കുമ്പോൾ മുകളിലും 2 ഉണ്ടാവും അല്ലെ. 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ് അല്ലെ. 1 × 2 എന്ന് എഴുതും നമ്മള്. is 3/2. അപ്പൊ ഇതെന്തെന്ന് വരും,
3/2 ഈസ് ടു 1/2 ഈസ് ടു 3/2 എന്ന് വരും. മൂന്നിലും 2 കോമൺ ആയതുകൊണ്ടിട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം, അത് 3/2 ഈസ് ടു 2/2 ഈസ് ടു 3/2 എന്ന് വരും. 2 അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് റേഷ്യോ എന്ന് പറയണത് എങ്ങനെ കിട്ടും, 3:2:3 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് പെരിമീറ്ററും കിട്ടി, റേഷ്യോയും കിട്ടി. അപ്പൊ പെരിമീറ്റർ 13 സെന്റിമീറ്റർ വെച്ചിട്ട് ഒരു ലൈൻ വരക്കുക. അതിനുശേഷം നമുക്കിത് എത്രയാണ് വരുന്നത്, 3 + 3 6 + 2 8 വരും. അപ്പൊ 8 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരക്കുക. അതിൽ ഒരെണ്ണം 3 പിന്നെ 2 പിന്നെ 3 എന്നുള്ള റേഷ്യോയിൽ കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ വരക്കുക. അതിനുശേഷം പാരലൽ ലൈൻസ് വരക്കുക. ഇവിടെ 3 2 3. അപ്പൊ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഓക്കെ, ഇത് മാത്രം ചെറിയ സൈഡ്. ഓക്കെ, ബേസ് ഇതാക്കി. അപ്പൊ ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരളവ് എടുത്താൽ മതി, കാരണം ഇത് രണ്ടും ഈക്വൽ അല്ലേ. ഈ രണ്ട് ലൈനല്ലേ നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരളവ് എടുത്താൽ മതി. ഈ റേഡിയസ് എടുത്തിട്ട്, ഈ ലെങ്ത് എടുത്തിട്ട് റേഡിയസ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരക്കുക. അതിനുശേഷം ഇവിടെയും വെച്ചിട്ട് എന്ത് ചെയ്യുക, ആർക്ക് വരക്കുക. അതിനുശേഷം ലൈൻ ജോയിൻ ചെയ്യുക. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് ഇൻ എനി ട്രപ്പസിയം ദ ഡയഗണൽസ് കട്ട് ഈച്ച് അതർ ഇൻ ദ സെയിം റേഷ്യോ. അതായത് ലംബത്തിലെ കർണങ്ങൾ പരസ്പരം ഒരേ അനുപാതത്തിൽ വിഭജിക്കുന്നു എന്ന് തെളിയിക്കുക. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു ട്രപ്പസിയം വരക്കാം. ഇതിൽ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടാണ്, വരക്കാനായിട്ടൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ഡയഗണൽസ് വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഡയഗണൽസ് ഒരേ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ട്രപ്പീസിയത്തിന്റെ കർണങ്ങൾ ഒരേ റേഷ്യോയിലാണ്, ഒരേ അനുപാതത്തിലാണ് കട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ട്രപ്പീസിയത്തിന് ആദ്യം ലേബിൾ ചെയ്യാം. ABCD എന്ന് കൊടുക്കാം. അതിനുശേഷം സെന്ററിൽ O. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇതിന്റെ ഡയഗണൽസിന്റെ ഈ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈന് നേരെ വരച്ച് ജോയിൻ ചെയ്യുക. ഇവിടെ കിട്ടുന്ന പോയിന്റിന് നമുക്ക് E എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് ഈ EO എന്ന് പറയുന്ന ലൈന് എന്തിനൊക്കെ പാരലൽ ആണ്? EO എന്ന് പറയുന്ന ലൈന് ഈ DC എന്ന് പറയുന്ന ലൈനിന് പാരലൽ ആണ്, സമാന്തരമാണ് അല്ലെ. ഇത് രണ്ടും എന്താണ്, പാരലൽ ലൈൻസ് ആണ്, കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസ് ആണ്. അതുപോലെ തന്നെ EO എന്താണ്, ABക്ക് പാരലൽ ആണ്. ഓക്കെ, ഈ ലൈനും എന്താണ്, പാരലൽ ആണ്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാരലൽ ലൈൻസ് ഉള്ള രണ്ട് ട്രയാങ്കിൾസ് എടുത്തിട്ട് വേണം നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ADC എടുക്കാം. മുകളിലത്തെ ട്രയാങ്കിൾ ADCയില്, ഈ ട്രയാങ്കിളില് നമുക്കറിയാം ഇതിൽ EO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് പാരലൽ ആണ്, DCക്ക് പാരലൽ ആണ് അല്ലെ. അപ്പൊ ഇതില് AE എന്ന് പറയുന്ന സൈഡും ED എന്ന് പറയുന്ന സൈഡും, ഈ ട്രയാങ്കിളില് AE/ED ഈക്വൽ ടു AE/ED ഈക്വൽ ടു എന്താണ്, AO/OC ആണ്. അതായത് ഇതിന്റെ രണ്ടിന്റെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയണെങ്കിൽ AE ഇപ്പോ 2ഉം
ED 4-ഉം AO 3-യും ഇത് 6-ഉം ആണെന്ന് വിചാരിച്ചോ സപ്പോസ്. അപ്പൊ ഇതില് AE/ED എന്ന് പറഞ്ഞാൽ 2/4 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2 കിട്ടും. അതുപോലെ തന്നെ AO/OC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3/6 ആണ്. ഇത് കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എത്ര കിട്ടും? 1/2 കിട്ടും. അപ്പൊ ഇതുപോലെ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഇതുപോലെ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇത് രണ്ടും സൈഡ്സ് AE ഈക്വൽ ടു AO എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇതിന്റെ റേഷ്യോ അംശബന്ധാനുപാതം ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്? AE/ED ഈക്വൽ ടു AO/OC. അപ്പൊ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റേഷ്യോ കിട്ടി. ഇനി അടുത്തത് നമ്മൾ താഴെയുള്ള ട്രയാങ്കിൾ എടുക്കാൻ പോണെയാണ്. താഴത്തെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ DAB. അതായത് ഈ സൈഡും ഇതും വരുന്ന ട്രയാങ്കിൾ ആയിരിക്കണം. മുകളിൽ നമ്മൾ ഈ സൈഡും ഇതും വരുന്ന ട്രയാങ്കിൾ എടുത്തു, അടിയിൽ ഇതും വരുന്ന ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ DABയിൽ നമുക്ക് എന്ത് പറയാം? ഇതുപോലെ തന്നെ. അപ്പൊ ട്രയാങ്കിൾ DABയിലെ ഡയഗണൽ ഏതാണ്? DB ആണ്. നേരത്തെ ഡയഗണൽ AC ആയിരുന്നു, അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി ഈ ട്രയാങ്കിളിൽ ഏതാണ്? സൈഡ്സ് സെയിം തന്നെയാണ് രണ്ടിലും, അല്ലെ? DABയിലെ ഈ സൈഡ് സെയിം. അപ്പൊ നമുക്ക് എന്ത് പറയാം? AE/ED നേരത്തെ ചെയ്ത പോലെ തന്നെ AE/ED ഈക്വൽ ടു എന്തെന്ന് വരും? ഇവിടത്തെ ഡയഗണൽ ട്രയാങ്കിൾ DABയിലെ ട്രയാങ്കിളിലെ ഡയഗണൽ ഇതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? OB/OD എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് വേറൊരു റേഷ്യോ. അപ്പൊ നമ്മള് ഡയഗണൽസ് എന്താണ്? സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്ത്? 2 ട്രയാങ്കിൾസ് എടുത്ത് 2 ട്രയാങ്കിൾസിലും ഓരോ ഡയഗണൽസ് വീതം എടുത്ത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 2 റേഷ്യോസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 റേഷ്യോസും നമുക്ക് എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? AE/ED ആണ് ഇവിടെ, ഇവിടെയും AE/ED ആണ്, അല്ലെ? അപ്പൊ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് ഈക്വൽ ടു ഇത് ആണെങ്കിൽ, ഇത് ഈക്വൽ ടു ഇത് ആണെങ്കിൽ, ഇത് ഈക്വൽ ടു ഇത് ആണെന്ന് നമുക്ക് പറയാം, അല്ലെ? ഇത് രണ്ടും സെയിം ആൻസർ ആണ്, ഇത് രണ്ടും സെയിം ആൻസർ ആണ്. അതിനർത്ഥം എന്താണ്? AO/OC എന്ന് പറയുന്ന ആൻസറും OB/OD എന്ന് പറയുന്ന ആൻസറും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഡയഗണൽസ് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.